അതുകൂടാണ്. കുറച്ച് സമയം എടുക്കൂലേ അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റായി എടുക്കാൻ? എല്ലാം അതോ എല്ലാം സെറ്റാക്കി എടുക്കാം. കടപടയുന്നുണ്ടാവോ? അപ്പൊ എങ്ങനെ നമുക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു സെർവർ എന്തായാലും ഞാനൊരു ഒരാഴ്ചക്കുള്ളിൽ സെറ്റ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് പുറമെ പതുക്കെ പതുക്കെ പുഷ് ചെയ്യാം. കറന്റ് സിനാരിയോയില് സിറ്റിസൺസിന് ചെയ്യാൻ പറ്റുന്ന പോലെ ജോബ്സ്, റോബറീസ്, അതേപോലെ തന്നെ അപ്പൊ എക്കണോമി റീസെറ്റ് ആവുകയാണോ? റീസെറ്റ് അല്ല, 2 വെട്ടി കുറയ്ക്കും. 2 വെട്ടി കുറയ്ക്കും. ഓക്കെ. പിന്നെ എക്സ്ട്രാ ഇപ്പുറത്ത് എന്തെങ്കിലും ഇട്ടിട്ട് പുതിയ അക്കൗണ്ട് ഇടാൻ പറ്റും പുതിയ ആള് വരുമ്പോ? ഒരു 0 വേണമെങ്കിൽ തുടക്കത്തിൽ ഇട്ടുതരാം. ഓക്കെ. താങ്ക് യു. ഗ്യാങ് ഫണ്ടിൽ 2000 കോടിയൊക്കെ പോയപ്പം 200 കോടി 2000 മാറി 20 കോടിയാവല്ലേ അപ്പൊ? 2 പോകുമ്പോ 200 കോടി ആയോ? അപ്പോ 2000 20 പോയാ 20 കോടിയോ? കോടീശ്വരൻ തന്നെ. എന്നിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾക്കും കുറയും കേട്ടോ. എല്ലാത്തിലും 2 വെച്ച് കുറയും. കിട്ടുന്നതിലും കുറയും, കയ്യിലുള്ളതിലും കുറയും. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ കഷ്ടപ്പെട്ടവർക്കല്ലേ നഷ്ടം. എനിക്ക് 1 തുടങ്ങാനാ. 20 കോടിക്ക് 2000 കോടിയുടെ വാല്യൂ ഉണ്ടാവും കേട്ടോ. ചന്ദ്രനൊക്കെ പിച്ചക്കാരനാവല്ലേ അപ്പൊ? കണ്ടാ മതിയായത്. നീ പിന്നെ സിറ്റി പോലും വരാത്തോണ്ടേ പൈസ നിന്നെ ബാധിക്കൂലല്ലോ. എന്റെ സത്യം എന്തായാലും വരുമ്പോ ഒരു 2 ലക്ഷം രൂപ കിട്ടും. അത് വെച്ച് തുടങ്ങാൻ ഇനി. അല്ല സോറി ബാബു, 2 കുറയുമ്പോ അതിലും കുറയും. അതിന്റെ കുറയോ? അപ്പൊ പഴയ പോലെ മുതലാളിയെ മോചിച്ച് ജീവിക്കണം അല്ലേ? പ്ലേയേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് ടേക്ക് കെയർ ആണ്. ഡോണ്ട് റിപ്പീറ്റ് സിറ്റുവേഷൻ ലൈക്ക് ദിസ് ഇൻ ഫാമിലി. ബ്രോ, പ്ലേയേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് അവര് നമ്മുടെ അടുത്ത് ഒരു പെർട്ടിക്കുലർ പ്രശ്നം ഉണ്ട് എന്ന് ഷെയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും കൂടെ നമ്മൾ എല്ലാവരും ഉണ്ട്. SRK അത് ആരോടും പറഞ്ഞില്ലടാ. അവൻ ആരോടും ഷെയർ ചെയ്തില്ല. അതാണ് പറ്റിപ്പോയത്. മനസ്സിലായോ? നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അവൻ ഇത് നാളെ വന്ന് കേൾക്കുമ്പോഴും അവൻ ഇത് ഇതായിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ജോയൽ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 കിക്ക് പോയിന്റ്സ്. ബ്രോ ഇപ്പൊ 4 ദിവസം സ്ട്രീമിംഗ് നിർത്തിയാലും പുതിയൊരു ജോലി അൺലോക്ക് ആയിട്ടുണ്ടല്ലേ? എന്ത്? CID. എന്താടാ? എനിക്ക് വന്നു. എനിക്കിപ്പോ 2-3 പോസ്റ്ററൊക്കെ അയച്ചു തന്നു. കാണാനില്ലാത്തവരുടെ ലിസ്റ്റ് ഒക്കെ ഈഗിൾ ബ്രോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. ഇവിടെ കുഞ്ഞിന്റെ ഒരു കളിപ്പാടം കാണാൻ വേണ്ടി കുറച്ചുള്ള വരാം. എന്റെ ഒരു eBayക്ക് പോയി അളിയ. വേറൊരു കാര്യം, വലിയൊരു കാര്യം പറയാൻ പറ്റുമോ? ഇന്നലത്തെ കളി ജോക്കി ഇവിടെ ഇരുന്നാണ് കളി കണ്ടത്. ജോക്കിയും ഗോകും കൂടെ വീഡിയോ കോൾ വാറായിരുന്നു ഇവിടെ. അയ്യോ, ഒരു ഗോൾ ഇംഗ്ലണ്ട് അടിച്ചപ്പോ ഉണ്ടല്ലോ, ജോക്കി ഇവിടെ ഇവനെ വിളിച്ച് താറ്റി നാശമാക്കി. പിന്നുണ്ടല്ലോ ഏറ്റവും വലിയ കോമഡി ഞാൻ പറയാട്ടാ, ഒരു ഗോള് അർജന്റീന അടിച്ചപ്പോ തന്നെ ജോക്കി കമന്ന് ക്ഷീണിച്ച് കിടക്കുന്നത് പോലെയാടാ. തലവേദനയായി, വാ തുറക്കുന്നില്ല, അനക്കം ഇല്ലാതായി. എന്ത് പറയാന്ന് പറയണെങ്കിൽ എന്ത് കളിയോടെ കളിച്ചു ദൈവമേ. ഈ വട്ടം അപ്പൊ ഈ വട്ടം എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ വട്ടം അവരടിക്കൂലേ? അർജന്റീന അടിക്കൂലേ ഒന്നൂടെ? ഇന്നലത്തെ കളിയോട് കൂടി അങ്ങനെ തന്നെയാണ്. ഇന്നലത്തെ ഒരു കളിയോട് കൂടി മെനങ്ങാത്ത ലൈവില് മറ്റേ ഫ്രാൻസിന് മൊത്തം പോളിട്ടിപ്പോഴും ഞാൻ പറഞ്ഞല്ലേ സ്പെയിൻ ജയിക്കും. അത് അതെ. ഓ ഇല്ല, ചാറ്റിൽ മൊത്തം സ്പെയിൻ ഫാൻസ് ആണ് തോന്നുന്നു ഇവിടെ. പിള്ളേർ തമ്മിൽ കളി നിന്റെ ഞാൻ ഇന്നലെ സ്പെയിനെതിരെ പറഞ്ഞല്ലോടാ നീ ഇന്നലെ. ഇവ ഇന്നലെ ഇവര് ജയിക്കുമെന്ന് പറഞ്ഞതാണ് അവൻ. ഫ്രാൻസിന്റെ മെയിൻ ഫാന് സ്കൈഡാക്സ് ഇന്ന് സ്കൈഡാക്സ് സ്പെയിന്റെ ജേഴ്സി മേടിക്കാൻ നിൽക്കുന്നുണ്ട് എറണാകുളത്ത്. ഓർഡർ ചെയ്ത് ഓൾറെഡി. പക്ഷെ ഇവർക്കൊക്കെ അപ്പുറത്തേന്നറിയോ, ഇവർക്കൊക്കെ 80 മിനിറ്റ് സപ്പോർട്ട് ചെയ്യാൻ സമയമുണ്ട്. നമുക്ക് അവസാനത്തെ 10 മിനിറ്റേ ഉള്ള സമയം. ഒരുപാട് ആൾക്കാർ സത്യം 80 മിനിറ്റ് നിങ്ങൾക്ക് കളിക്കാനുണ്ട്, നിങ്ങൾക്ക് കൈയടിക്കാൻ സന്തോഷിക്കാനുണ്ട്. ഞങ്ങൾക്ക് ആകെ 10 മിനിറ്റേ കിട്ടാറുള്ളൂ വന്ന്. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു 10 മിനിറ്റ് ഞങ്ങൾ ആഘോഷിക്കും. വേറെ ഒന്നും വിചാരിക്കല്ലേ. പക്ഷേ ഇല്ല, 80 മിനിറ്റ് നിങ്ങൾക്കും 10 മിനിറ്റ് ഞങ്ങൾക്കും. അതാ ഇപ്പോഴത്തെ കണ്ടീഷൻ. പിന്നെ രാത്രി ഉറക്കവും തിരിച്ചാ. ഇവർക്ക് ഉറക്കം പോകും, ഞങ്ങൾക്ക് നല്ലതായിട്ട് ഉറക്കം, സുഖം ഉറക്കം. ഞാനെന്താ ഇങ്ങനെ നിക്കണേ?
It's okay. So guys, അപ്പം നമുക്ക് കുറച്ച് സെർവറൊക്കെ വരുന്നത് വരെ എന്തായാലും ഒരു 3-4 ദിവസം എടുക്കും സെർവർ വരാം. സെർവർ വരുന്നത് വരെ നമ്മള് RDR RP ആയിരിക്കും 2 ദിവസം കുറച്ച് ദിവസം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് നമ്മൾ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഗെയിമിൻ്റെ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇത് RP ആണ്. GTA പോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. എടാ അളിയ ഗെയിമിനകത്ത് വരുമോ? നീ അവർക്കൊന്ന് കാണിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ. സോ അപ്പോൾ ഇവിടെ എൻ്റെ ക്യാരക്ടർ കുറച്ച് വയസ്സായി പോയി കേട്ടോ. ഇവിടെ ഇതെന്താ ഇതാണ് എൻ്റെ കൊമ്പ വീശൊക്കെയാണ് കേട്ടാ ആൾക്ക്. ഇതെന്താ ഇത് വരാത്ത? സ്പോൺ കൊടുക്കണമല്ലേ? ഓക്കെ ഗൈസ്, ഇത് കുറച്ച് പഴയതാ. പുതിയതുപോലെ നേരെ വന്ന് മറ്റേ ഗണ്ണെടുത്ത് വെടിവെക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല. മനസ്സിലായ? അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഗെയിം അല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇതെവിടെ ഇതൊരു പഴയ കാലഘട്ടമാണ്, പണ്ടത്തെ കാലഘട്ടം. അങ്ങനെ വണ്ടി മറ്റേ വലിയ കാർ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കുറച്ച് പഴയ കാലഘട്ടമാണ്. മനസ്സിലായ? ഇവന്മാരാരെങ്കിലും വരാതെ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എനിക്ക് ഇതിനകത്ത് ഏക്കും. ഞാൻ ഇത് കണ്ടിട്ടേ ഇല്ല. അൻവർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. സേതുവാ എന്താടാ അവിടെ ഓസ്ട്രിച്ച്? അതെന്താ നിക്കണേ? കുതിരയാണോ അത്? കുതിര. ഇതെല്ലാം ഇതേപോലെ നമുക്ക് ടാബില് ഗണ്ണില്ല. ഗണ്ണ് ഒക്കെ മേടിക്കാം നമുക്ക്. നോ വെപ്പൺസ് ഇൻ ദ സ്ലോട്ട്. അതെന്താ? നമ്മുടെ കയ്യിൽ വെപ്പൺ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടോ? വാസുമാമൻ. അയ്യോ, കയ്യിൽ നിന്ന് ഇത് മാറ്റിയൊക്കെ കേട്ടോ. ഇതെന്താ? അതെന്താ ഓടിയത്? ഞാനിതിൻ്റെ RP ഇതുവരെ കളിച്ചിട്ടില്ല ഗൈസ്. എനിക്കിതിന് ആദ്യം തൊട്ട് കളിച്ച് തുടങ്ങണം. എനിക്ക് അറിഞ്ഞുകൂടായത്. FPS ഡ്രോപ്പ് ഉണ്ടോടാ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഡ്രോപ്പ് ആവുന്നത്. എന്താ ഞാൻ സെറ്റിങ്സ് ഒന്നും ചെയ്തില്ല ഗൈസ്. ഞാൻ അന്നിനുള്ള സമയം കിട്ടിയില്ല. ഇന്ന് നേരെ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഇതാക്കിയതേ ഉള്ളൂ. ഈ കുതിരയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചാടി വായിച്ചൗട്ടി കളറാത്. പല്ല് പോയി. ലൈഫില്ല നോക്കി. ലൈഫ് പോയി. ഇത് എന്ത് കഴിച്ചാലാടാ ലൈഫ് കൂടുന്നേ? കുതിര വണ്ടി. നീയോ ഇതിന്റെ ഒന്നും അടുത്തുപോലെ പോരുന്നിനി. ഇവിടെ ഒരാളെ കണ്ടില്ലേ ഇപ്പൊ? ഇതെന്താ ആൾക്കാർ മാഞ്ഞു പോണേ? അതേ ഒരു നിൽക്കുന്നു. ഹലോ, ഹേയ് ബ്രോ. ഹലോ ബോട്ട് വെട്ടിയാണോ? അവൻ ബോട്ടാണ് കേട്ടോ. അവൻ ഇവിടെ വേറെ ആരും ഇല്ലേടാ. ഇവിടെ ഇവന്മാരൊക്കെ എവിടെയാ? മാക് ഗെയിമർ ബ്രോ, താങ്ക് യു സോ മച്ച് 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. മൈക്ക് ഓൺ ആണല്ലോ എൻ്റെ. മൈക്ക് ഓണോ എൻ്റെ? ഓഡിയോ ആണ്. വോയിസ് ചാറ്റോ? ഞാൻ വോയിസ് മൈക്ക് മാറിക്കിടക്കുക. ഗെയിമിൽ ഓണായില്ല. ഗെയിമിൽ ഓണാകുമ്പോൾ ഇത് എവിടെയാണ് കാണിക്കുന്നേ? Hey bro, hello. Yo, what's up? Yeah, what's your name, man? My name's Holly. Holly. So what are you doing here? I'm just looking around, trying to sell some plants. Oh, okay. You have horse? I do. Oh, yeah. Okay.
പണിയെടുക്കാൻ എന്താ ചെയ്യേണ്ടത് ഇവനോടൊക്കെ എന്ത് ഹായ് ബ്രോ. ഹായ് മലയാളി അല്ലേ? അതെ. പിന്നെ നിന്റെ സൗണ്ട് കേട്ടോ, നിന്റെ ഹായ് കേട്ടപ്പോ ഞാൻ പിടിച്ചില്ല നിന്റെ പേരെന്തിന്? പേര് ജോൺ ഹോനായി. ജോൺ ഹോനായി. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഒരു ദിവസം. ഇങ്ങോട്ട് മാറി. ആ, വരുന്നു. അവന്മാരുടെ മുമ്പ് വെച്ച് മലയാളം പറഞ്ഞാൽ നമ്മള് തള്ളക്കി വിളിക്കാന്ന് പറഞ്ഞാൽ അവന്മാർ റിപ്പോർട്ട് ചെയ്യും. പ്രശ്നമാണോ? പിന്നല്ലാതെ ഇതൊക്കെ പറഞ്ഞു തരണ്ടേ? അവന്മാരുടെ മുമ്പ് വെച്ച് മലയാളം പറയരുത്, അത് ഭയങ്കര പ്രശ്നമാണ്. നമുക്കെന്നാ മാറി നടക്കാം ഇങ്ങോട്ട്. മാറി നിൽക്കണം. അവിടെ ഈ ആൾക്കാർ ചുറ്റും നിൽക്കുമ്പോ മലയാളം പറയരുത് ഇവിടെ. ഓക്കെ. വായിൽ ഇംഗ്ലീഷ് അറിയത്തില്ലേ? പിന്നെ വായിൽ ഒരു കൈ ഇങ്ങനെ വിരൽ വയ്ക്കാം. എനിക്കറിയാം. അങ്ങനെ നിന്നാ മതി. വാ. You have a horse? No horse. No horse. Very good. I tried that horse. Horse kicked me. Ball's gone. Understand. Yeah.